തിരുവനന്തപുരം പാലോട് നവവധുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗൂഢാലോചന സംശയിച്ച് പോലീസ്. ഇന്ദുജയുടെ മരണത്തിന് പിന്നാലെ ഫോൺ ഫോർമാറ്റ് ചെയ്തത് രണ്ടാം പ്രതി അജാസ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇന്ദുജയെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിൽ രണ്ടാം പ്രതി അജാസിന് മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസ് നിഗമനം. പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി പോലീസ് സംശയിക്കുന്നു. ഇന്ദുജയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചെങ്കിലും ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു. മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്തത് അജാസാണെന്നാണ് പോലീസ് നിഗമനം. ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന് അറിയാമായിരുന്നു. ഇന്ദുജ ആത്മഹത്യയ്ക്ക് മുൻപ് അവസാനം ഫോണിൽ വിളിച്ചത് അജാസിനെയായിരുന്നു. അജാസ് ബോധപൂർവം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അജാസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. അഭിജിത്തിനെയും അജാസിനെയും വിശദമായി ചോദ്യം ചെയ്താൽ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം.